അടുത്തത് എന്താണ് ബേസിക് വാല്യൂസ്. ഇതാണ് ബേസിക് വാല്യൂസ്. നമുക്ക് ബേസിക് വാല്യൂസിലേക്കാണ് പോകുന്നത്. ട്രിഗണോമെട്രിക് ബേസിക് വാല്യൂസ്. നമുക്ക് അറിഞ്ഞിരിക്കേണ്ട 6 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണ് ഇവിടെ എഴുതുന്നത്. സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ, കോസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, ടാൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ, കൊസീക്ക് എന്ന് പറയുന്ന ഫംഗ്ഷൻ, സീക്ക് എന്ന് പറയുന്ന ഫംഗ്ഷൻ, കോട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇതൊക്കെയാണ് സൈൻ, കോസ്, ടാൻ, കൊസീക്ക്, സീക്ക്, കോട്ട്. മെയിൻ ആയിട്ടുള്ള ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ബേസിക് ആയിട്ടുള്ള വാല്യൂസ് ഏതൊക്കെയാണ് പറഞ്ഞത്. 0 ഡിഗ്രിയിൽ കണ്ടുപിടിക്കണം, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. ഇതിന്റെ എല്ലാത്തിന്റെയും ഈ ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു 60 ഡിഗ്രി അല്ലെങ്കിൽ 30 ഡിഗ്രി അത് തന്നിരിക്കുന്നത് ചിലപ്പോൾ എന്തിലായിരിക്കും തന്നിരിക്കുന്നത്, റേഡിയനിലായിരിക്കും തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ റേഡിയൻ മെഷർമെന്റ് കൂടി താഴെ എഴുതിക്കുന്നത്. 30യുടെ ഇക്വലന്റ് ആയിട്ടുള്ള റേഡിയൻ മെഷർമെന്റ് എന്ന് പറയുന്നത് π/6 ആണ്. 45യുടെ ഇക്വലന്റ് ആയിട്ടുള്ള റേഡിയൻ മെഷർമെന്റ് എന്ന് പറയുന്നത് π/4 ആണ്. 60 ഡിഗ്രിയുടെ റേഡിയൻ മെഷർമെന്റ് എന്ന് പറയുന്നത് π/3 ആണ്. 90 ഡിഗ്രിയുടെ π/2 ആണ്. 0 തന്നെയാണ്. അപ്പോൾ ഞാൻ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം ഒരു എളുപ്പ വഴിയാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, ഇതിന്റെ വാല്യൂസ് കാണാൻ പഠിക്കാതെ എങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു എളുപ്പ വഴിയാണ് പറയുന്നത്, ട്രിക്കാണ് പറയുന്നത്. അപ്പൊ ആ ട്രിക്ക് കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ വാല്യൂസ് ഉള്ള നമ്മൾ എഴുതിയത് കാണാൻ പഠിച്ചാലേ പറ്റത്തുള്ളൂ. ഇതിന്റെ വാല്യൂസ് എല്ലാം നമ്മൾ കാണാൻ പഠിച്ചാലേ പറ്റത്തുള്ളൂ. ഇത് മറന്നു പോവുകയാണെങ്കിൽ സപ്പോസ് ഓർത്തെടുക്കാൻ വേണ്ടി ഒരു ട്രിക്ക്. അപ്പോ ഫസ്റ്റ് 0യിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നാച്ചുറൽ നമ്പർ 0യിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പേഴ്സ് എന്ന് എഴുതിയാണ് 0, 1, 2, 3, 4. 0യിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. 1, 2, 3, 4 വരെ ആയപ്പോൾ അവസാനിച്ചു, തീർന്നു. ഇതുവരെയാണ് നമുക്ക് വേണ്ടത് വാല്യൂസ് വേണ്ടത്. 90 വരെയാണ് നമുക്ക് വാല്യൂസ് വേണ്ടത്, അല്ലെങ്കിൽ π/2 വരെയാണ് വാല്യൂസ് വേണ്ടത്. അപ്പോൾ 0 മുതൽ 4 വരെ എഴുതുമ്പോൾ ആ കോളം കംപ്ലീറ്റ് ചെയ്തു. ദെൻ 4ലാണ് അവസാനിച്ചത്. ലാസ്റ്റ് എൻഡ് ചെയ്തിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് 4ലാണ്. അതുകൊണ്ട് ഞാൻ ത്രൂ ഔട്ട് ആ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ലാസ്റ്റ് എൻഡ് ചെയ്ത നമ്പർ എന്ന് പറയുന്നത് 4ലായതുകൊണ്ട് ഞാൻ ത്രൂ ഔട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ദെൻ ഇങ്ങനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എഴുതുകയാണ്. 0/4 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, 0 ആണ്. 0/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആണ്. 1/4നെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റത്തില്ല. എന്ത് തന്നെയാണ്, 1/4 തന്നെയാണ്. ഒരു കാരണവശാലും ഇതിനെ ഡിവൈഡ് ചെയ്തൊന്നും എഴുതി കളയരുത്. ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം സിംപ്ലിഫൈ ചെയ്യുക. ഫ്രാക്ഷൻ ഫോമിൽ തന്നെ എഴുതുക. ദെൻ 2/4 എന്ന് പറയുന്നത് 1/2 ആണ്. 2/4 എന്ന് പറയുന്നത് 1/2 ആണ്. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ്. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ആണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ആണ്. ദെൻ 3/4നെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് 3/4 എന്ന് തന്നെ എഴുതും. 4/4 എന്ന് പറയുന്നത് എത്രയാണ്, ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 1 ആണ്. ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 1 ആണ്. ഇത്രയും ചെയ്തതിനു ശേഷം, അതായത് നമ്മൾ ആദ്യം 0 മുതൽ 1, 2, 3, 4 വരെ എഴുതി. 4ലായിരുന്നു അവസാനിച്ചത്. അതുകൊണ്ട് എല്ലാ നമ്പറിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ദെൻ നമുക്ക് കിട്ടിയതിനെ സിംപ്ലിഫൈ ചെയ്തു. ഇത്രയും സ്റ്റെപ്പ് വരെ കഴിഞ്ഞു. അതിനുശേഷം ഇതിന്റെ റൂട്ട് എടുക്കുക. ഹോൾ ആയിട്ട് ഇതിന്റെ റൂട്ട് എടുക്കുക. അതായത് 0ന്റെ റൂട്ട് എന്ന് പറയുന്നത് ആൻസർ എന്താണ്, 0 ആണ്. 1ന്റെ റൂട്ട് എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. 4ന്റെ റൂട്ട് എന്ന് പറയുന്നത് 2 ആണ്. 1/2. 1ന്റെ റൂട്ട് എന്ന് പറയുന്നത് 1 ആണ്. 2ന്റെ റൂട്ട് എന്ന് പറയുന്നത് √2 ആണ്. 1ന്റെ റൂട്ട് എന്ന് പറയുന്നത് 1 ആണ്. 2ന്റെ റൂട്ട് എന്ന് പറയുന്നത് √2 ആണ്. ദെൻ 3ന്റെ റൂട്ട് എന്ന് പറയുന്നത് √3 ആണ്. 3 റൂട്ട് എന്ന് പറയുന്നത് √3 ആണ്. 4ന്റെ റൂട്ട് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ √3/2. ദെൻ 1ന്റെ റൂട്ട് എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. അപ്പോൾ സൈന്റെ വാല്യൂസ് ഇതാണ്. അതായത് സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. സൈൻ 30 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അല്ലെങ്കിൽ എന്തും പറയാം, സൈൻ π/6 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. ദെൻ സൈൻ 45 എന്ന് പറഞ്ഞാൽ 1/√2 ആണ്. അല്ലെങ്കിൽ വേറെ രീതിയിൽ സൈൻ π/4 എന്ന് പറയുന്നത് 1/√2 ആണ്. ദെൻ സൈൻ
60 എന്ന് പറയുന്നത് √3/2 ആണ്. അല്ലെങ്കിൽ സൈൻ π/3 എന്ന് പറയാം. സൈൻ π/3 എന്ന് പറഞ്ഞാൽ √3/2 ആണ്. സൈൻ 90 എന്ന് പറയുന്നത് 1 ആണ്. അല്ലെങ്കിൽ സൈൻ π/2 എന്ന് പറയുന്നത് 1 ആണെന്ന് പറയാം. അപ്പോൾ സൈന്റെ വാല്യൂസ് കഴിഞ്ഞു. ഇതാണ് സൈന്റെ വാല്യൂസ് എന്ന് പറയുന്നത് ബേസിക് വാല്യൂസ്. ഇത്രയും വാല്യൂസ് അറിഞ്ഞിരുന്നാൽ മതി. ബാക്കിയുള്ളത് നമുക്ക് വഴിയെ പഠിക്കാം. ബാക്കിയുള്ളത് കുറച്ചുണ്ട്, അതും കൂടെ പഠിക്കാം. വഴിയെ പഠിക്കാം. ഇപ്പോഴും ബേസിക് ആയിട്ട് ഇത്രയാണ് ഇരിക്കേണ്ടത്. അടുത്തത് കോസിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, സൈന്റെ വാല്യൂ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കോസിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് എഴുതുക. അതായത് ഫസ്റ്റ് എന്ത് എഴുതുക? 1 എഴുതുക. രണ്ടാമത് √3/2. 3 1/√2. 4 1/2. 5 ഇപ്പോ കോസിന്റെയും സൈന്റെയും കഴിഞ്ഞു. സൈൻ്റെത് കിട്ടിക്കഴിഞ്ഞാൽ നേരെ തിരിച്ചെന്ന് എഴുതിയാൽ, റിവേഴ്സ് ഓർഡറിൽ എഴുതിയാൽ എന്ത് കിട്ടി? കോസിന്റെ വാല്യൂസ് കിട്ടി. അപ്പൊ ഒന്നിൻ്റെത് പഠിക്കേണ്ട ആവശ്യമേ കോസിൻ്റെത് ഓട്ടോമാറ്റിക് നമുക്ക് കിട്ടും. അപ്പോൾ കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. കോസ് π/6 എന്ന് പറയുന്നത് √3/2 ആണ്. കോസ് π/4 എന്ന് പറയുന്നത് √1/√2 ആണ്. കോസ് π/3 എന്ന് പറയുന്നത് 1/2 ആണ്. കോസ് π/2 എന്ന് പറയുന്നത് 0 ആണ്. ഞാൻ അടുത്തത് ടാൻ എന്ന് പറയുന്നത്. ടാൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈനിനെ കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, സൈനിനെ കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ടാൻ കിട്ടുന്നത്. സൈനിനെ കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ടാൻ കിട്ടുന്നത്. അപ്പോൾ ടാൻ 0 ആണെങ്കിൽ സൈൻ 0 ഡിവൈഡഡ് ബൈ കോസ് 0 ചെയ്യുമ്പോഴാണ് ടാൻ 0 കിട്ടുന്നത്. എന്താണ്? ടാൻ 0 ആണ് കിട്ടുകയാണെങ്കിൽ, ടാൻ 0 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടെങ്കിൽ എന്ത് ചെയ്യുക? സൈൻ 0 ഡിവൈഡഡ് ബൈ കോസ് 0 ചെയ്യുക. സൈൻ 0 നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു, 0 ആണ്. കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. 0 ഡിവൈഡഡ് ബൈ 1 എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. 0 ഡിവൈഡഡ് ബൈ 1 എന്ന് പറയുന്നത് 0 ആണ്. അതുകൊണ്ട് ടാൻ 0 എന്ന് പറയുന്നത് 0 ആണ്. Then അടുത്തത് ടാൻ 30 ആണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ ടാൻ π/6 ആണ് കണ്ടുപിടിക്കേണ്ടത്. സൈനിന്റെയും കോസിന്റെയും അതേ വാല്യൂസ് തമ്മിൽ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അതായത് ടാൻ 30 ആണ് കണ്ടുപിടിക്കുന്നത്. സൈൻ 30 ഡിവൈഡഡ് ബൈ കോസ് 30 ചെയ്യുക. സൈൻ 30 ഡിവൈഡഡ് ബൈ കോസ് 30 ചെയ്യുക. സൈൻ 30 എന്ന് പറയുന്നത് എത്രയാണ്? 1/2 ആണ്. സൈൻ 30 എന്ന് പറയുന്നത് 1/2 ആണ്. നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ ഡിവിഷന്റെ സിമ്പിൾ ഇട്ടു. ഡിവൈഡഡ് ബൈ √3/2. √3/2. രണ്ട് ഫ്രാക്ഷൻ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ രണ്ടാമത് തന്നിരിക്കുന്ന ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 1/2 into 2/√3. 2 ക്യാൻസൽ ആയി പോകും. 1/√3 എന്ന് ആൻസർ കിട്ടും. 1/√3. That is equal to 1/√3. അപ്പോൾ tan 30 എന്ന് പറയുന്നത് 1/√3 എന്ന് കിട്ടും. tan 30 എന്ന് പറയുന്നത് 1/√3 എന്ന് കിട്ടും. then അടുത്തത് നമുക്ക് 45 ആണ് കണ്ടുപിടിക്കേണ്ടത്. tan 45. tan 45 is equal to sin 45 divided by cos 45. രണ്ടും ഒരേ വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. 1/√2 divided by 1/√2 ആണ് ചെയ്യേണ്ടത്. ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും എന്താണ് കിട്ടുന്നത്? 1 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതിന്റെ വാല്യൂ എത്രയായിരിക്കും? 1 ആയിരിക്കും. ഇതിന്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. then അടുത്തത് tan 60 ആണ് കണ്ടുപിടിക്കുന്നത്. tan 60 നേരത്തെ പോലെ തന്നെ ചെയ്യാം. tan 60 is equal to sin 60 divided by cos 60. sin 60 divided by cos 60. sin 60 എന്ന് പറയുന്നത് എന്താണ്? √3/2 ഡിവൈഷൻ ഡിവൈഡഡ് ബൈ cos 60 എന്ന് പറയുന്നത് 1/2. That is equal to √3/2 into 2/1. 2 cancel ആയി പോകും. √3/1 എന്ന് കിട്ടും. That is equal to √3/1. ഒരു നമ്പറിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതേ നമ്പർ തന്നെ ആയിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് എഴുതാം? √3.
അതായത് tan 60 or tan pi by 3 എന്ന് പറഞ്ഞാൽ എന്താണ്? √3 ആണ്. √3 ആണ്. അടുത്തത് tan 90 or tan pi by 2 എന്ന് പറയുന്നത്. നമുക്കറിയാം 1 divided by 0 ആണ് ചെയ്യുന്നത്. sin by cos ആണ്. 1 divided by 0. ഒരു നമ്പറിനെ 1 divided by 0. ഒരു നമ്പറിനെ 0 കൊണ്ടുള്ള ഡിവിഷൻ പോസിബിൾ അല്ല. 0 കൊണ്ടുള്ള ഡിവിഷൻ എന്തല്ല? പോസിബിൾ അല്ല. കാര്യം ഇത് എന്തല്ല? ഒരു ഫ്രാക്ഷൻ അല്ല, അല്ലെങ്കിൽ റാഷണൽ നമ്പർ അല്ല എന്ന് പറയാം. ഓക്കെ, അതുകൊണ്ട് ഇത് പോസിബിൾ അല്ല. അതുകൊണ്ട് നോട്ട് ഡിഫൈൻഡ് ആണ്. ഇവിടെ നമ്മൾ പറയുമ്പോൾ ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. എന്താണ്? ഇൻഫിനിറ്റി എന്ന് പറയുന്ന വാല്യൂ. ഇൻഫിനിറ്റി എഴുതുമ്പോൾ ഒരു കാരണവശാൽ ഇങ്ങനെ എഴുതി കളയരുത്. ഇത് ആൽഫയാണ്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യേണ്ടതും അതേ പോയിന്റ് തന്നെ എൻഡ് ചെയ്യുക. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതേ പോയിന്റ് തന്നെ എൻഡ് ചെയ്യുക. അതാണ് ഇൻഫിനിറ്റിയുടെ സിമ്പിൾ. മറ്റത് ഇങ്ങനെ ഇട്ടിരുന്നാൽ അത് ആൽഫ എന്നാണ് പറയുന്നത്. നിങ്ങൾ ഫിസിക്സിലെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ആ സിമ്പിൾ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നിങ്ങൾ ഇൻഫിനിറ്റി എന്ന് പറയുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന അതേ എൻഡിൽ തന്നെ എൻഡ് ചെയ്യുക. അപ്പോൾ സൈൻ്റെ കഴിഞ്ഞു, കോസിൻ്റെ കഴിഞ്ഞു, ടാനിൻ്റെ കഴിഞ്ഞു. ഞാൻ അടുത്തത് കൊസീക്ക് എന്ന് പറയുന്ന വാല്യൂ. കൊസീക്ക് എന്ന് പറയുന്നത് എപ്പോഴും റെസിപ്രോക്കൽ ഓഫ് സൈൻ ആണെന്ന് പറയുന്നത്. സൈനിന്റെ റെസിപ്രോക്കൽ ചെയ്യുമ്പോഴാണ് നമുക്ക് കൊസീക്ക് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന വാല്യൂവിനെ തിരിച്ചെഴുതുക. ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്റർ ആയിട്ടും ഡിനോമിനേറ്ററിനെ ന്യൂമറേറ്ററായിട്ടും മാറ്റി എഴുതുക. ന്യൂമറേറ്ററിനെ എടുത്ത് ഡിനോമിനേറ്റർ ആയിട്ട് എഴുതുക, ഡിനോമിനേറ്ററിനെ എടുത്ത് ന്യൂമറേറ്റർ ആയിട്ട് എഴുതുക. സൈൻ 0 എന്ന് പറയുന്നത് 0 ആണ്. 0 എന്ന് പറഞ്ഞാൽ അതിന്റെ ഡിവൈഡ് ബൈ എന്തുണ്ടെന്നാണ് അർത്ഥം? 1 ഉണ്ടെന്നാണ് അർത്ഥം. അപ്പൊ ഇതിനെ തിരിച്ചെഴുതുമ്പോൾ എന്ത് വരും? 1/0 എന്നാണ്. 1/0. 0 കൊണ്ടുള്ള ഡിവിഷൻ എന്താണ്? പോസിബിൾ അല്ല. 0 കൊണ്ടുള്ള ഡിവിഷൻ പോസിബിൾ അല്ല. അതുകൊണ്ട് ഇതിന്റെ ആൻസർ എന്താണ്? ഇൻഫിനിറ്റി. അതായത് കൊസീക്ക് 0 എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. കൊസീക്ക് 0 എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. 30 എന്ന് പറയുന്നതിന്റെ വാല്യൂ. കൊസീക്ക് 30 എന്ന് പറയുന്നത് ഏതിന്റെ നോക്കുക? സൈൻ 30യുടെ വാല്യൂ ഏതെന്ന് നോക്കുക. 1/2 ആണ്. അതിനെ തിരിച്ചെഴുതുക. അതായത് 2/1. ഒരു നമ്പറിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? അതേ നമ്പർ തന്നെയാണ്. അതായത് 2/1 that is equal to 2. അതായത് കൊസീക്ക് 30 എന്ന് പറയുന്നത് 2 ആണ്. കൊസീക്ക് 30 എന്ന് പറയുന്നത് 2 ആണ്. അടുത്തത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കൊസീക്ക് 45 ആണ്. കൊസീക്ക് 45 ആണ്. സൈൻ 45ന്റെ വാല്യൂ ഏതെന്ന് നോക്കുക. തിരിച്ചെഴുതുക. ഓക്കെ, ന്യൂമറേറ്ററിന്റെ അടുത്ത് മുകളിൽ എഴുതുക, ഡിനോമിനേറ്ററിന്റെ അടുത്ത് താഴെ എഴുതുക. അപ്പോൾ √2/1 എന്ന് കിട്ടും. that is equal to √2 എന്ന് കിട്ടും. √2/1 എന്ന് കിട്ടും. that is equal to √2 എന്ന് കിട്ടും. then അടുത്തത് കൊസീക്ക് 60 എന്ന് പറയുന്നതിന്റെ വാല്യൂ ആണ്. കൊസീക്ക് 60. then കൊസീക്ക് 60 എന്ന് പറയുന്നത് സൈൻ 60 എന്ന് പറയുന്ന വാല്യൂവിനെ തിരിച്ചെഴുതുക. അതായത് 2 മുകളിൽ പോ, √3 താഴെ എഴുതുക. 2/√3. then അടുത്തത് ലാസ്റ്റ് കൊസീക്ക് π/2 or കൊസീക്ക് 90 എന്ന് പറയുന്ന വാല്യൂ. കൊസീക്ക് 90 എന്ന് പറയുന്നത് സൈൻ 90യുടെ റെസിപ്രോക്കൽ ആണ്. സൈൻ 90യുടെ റെസിപ്രോക്കൽ ബേസിക്കലി 1 ആണ് വന്നിരിക്കുന്നത്. 1ന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. 1ന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 1 തന്നെയാണ്. then സീക്ക് എന്ന് പറയുന്നത് അടുത്ത നമുക്ക് കണ്ടുപിടിക്കുന്നത് സീക്ക് ആണ്. സീക്ക് എന്ന് പറയുന്നത് കോസിന്റെ റെസിപ്രോക്കൽ ആണ്. സീക്ക് എന്ന് പറയുന്നത് കോസിന്റെ റെസിപ്രോക്കൽ ആണ്. 1/cos ചെയ്യുമ്പോഴാണ് സീക്ക് കിട്ടുന്നത്. അതായത് ഈ കോസിനെ നേരെ തിരിച്ചെഴുതുമ്പോൾ, കോസിന്റെ വാല്യൂവിനെ നേരെ തിരിച്ചെഴുതുമ്പോൾ സീക്കിന്റെ വാല്യൂ ലഭിക്കുന്നു. കോസിന്റെ വാല്യൂവിനെ നേരെ തിരിച്ചെഴുതുമ്പോൾ സീക്കിന്റെ വാല്യൂ ലഭിക്കുന്നു. അതായത് കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ സീക്ക് 0 എന്ത് തന്നെയായിരിക്കും? 1 തന്നെയായിരിക്കും. സീക്ക് 0യും 1 തന്നെയായിരിക്കും. then അടുത്ത നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 30 ആണ്. സീക്ക് 30 എന്ന് പറയുന്നത് കോസ് 30 √3/2 ആണ്. അങ്ങനെയാണെങ്കിൽ സീക്ക് 30 എന്ന് പറയുന്നത് 2/√3 ആണ്. 2/√3 ആണ്. then അടുത്തത് സീക്ക് 45.
സീക്ക് 45 ആണ് കണ്ടുപിടിക്കേണ്ടത്. കോസ് 45 1/√2 ആണ്. അങ്ങനെയാണെങ്കിൽ സീക്ക് 45 എന്ന് പറയുന്നത് √2 മുകളിൽ പോകും, 1ന് താഴെ ഇടുക, √2 എന്ന് തന്നെ ലഭിക്കും. √2. അടുത്തത് സീക്ക് π/3 ആണ് കണ്ടുപിടിക്കേണ്ടത്. 2π എന്താണ്? സീക്ക് π/3 എന്ന് പറയുന്നത് കോസ് π/3 എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പോ അതിന്റെ റെസിപ്രോക്കൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന്. അടുത്തത് സീക്ക് 90 ആണ് കണ്ടുപിടിക്കുന്നത്. സീക്ക് 90 എന്ന് പറയുന്നത് കോസ് 90 റെസിപ്രോക്കൽ ആണ്. കോസ് 90 എന്ന് പറയുന്നത് എന്താണ്? 0. 0 റെസിപ്രോക്കൽ എന്ന് പറയുന്നത് എന്താണ്? നോട്ട് ഡിഫൈൻഡ് ആണ്, ഇൻഫിനിറ്റി എന്ന്. അപ്പോ സീക്കായി. ഇനി അടുത്തത് ഒന്നും കൂടെയാണ് ഉള്ളത്, കോട്ട് എന്ന് പറയുന്നതിന്റെ വാല്യൂ. കോട്ടും ഇതുപോലെ തന്നെയാണ്. ടാനിന്റെ റെസിപ്രോക്കൽ ആണ് കോട്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയാം, കോസിനെ സൈൻ കൊണ്ട് ഡിവൈഡ് ചെയ്താലും കോട്ട്. ആ ഒരു ഇക്വേഷൻ കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. എന്താണ്? കോസിനെ കോട്ട് എക്സ് ഈസ് ഈക്വൽ ടു കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ്. Cot x is equal to cos x divided by sin x. Cos x നെ sin x കൊണ്ട് ഡിവൈഡ് ചെയ്താലും cot x ആണ് കിട്ടുന്നത്. ഡിവിഷൻ കുറച്ച് പാടായതുകൊണ്ട് നമുക്ക് ഏത് രീതിയിൽ ചെയ്യാം? cot x എന്ന് പറയുന്നത് 1/tan x ആണ്. tan x ന്റെ റെസിപ്രോക്കൽ ആണ് cot x എന്ന് പറയുന്നത്. അതായത് ടാനിന്റെ വാല്യൂവിനെ തിരിച്ചെഴുതുമ്പോൾ, റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നമുക്ക് ഏത് കിട്ടുന്നു? cot കിട്ടുന്നു. tan 0 ആണ്. അങ്ങനെയാണെങ്കിൽ cot 0 എന്താണ്? ഇൻഫിനിറ്റി. cot 0 ഇൻഫിനിറ്റി. 1/0 ഇൻഫിനിറ്റി. 0 കൊണ്ടുള്ള ഡിവിഷൻ പോസിബിൾ അല്ല, നേരത്തെയും പറഞ്ഞായിരുന്നു. അടുത്തത് tan 30 എന്ന് പറയുന്നത് 1/√3 ആണ്. അങ്ങനെയാണെങ്കിൽ cot 30 എന്ന് പറയുന്നത് √3 ആണ്. 1 എന്ന് പറയുന്ന വാല്യൂ അത് 1 ആയിട്ട് തന്നെ നിൽക്കും. അടുത്തത് √3 എന്ന് പറയുന്ന വാല്യൂ. √3യുടെ ഡിനോമിനേറ്റർ എന്തുണ്ട്? 1 ആണ്. അതിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1/√3 1/√3. അടുത്തത് ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ഇവിടെ ഡിനോമിനേറ്റർ എന്തുണ്ട്? 1 ആണ്. 1 ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി ആണ്. ഇൻഫിനിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വലിയ നമ്പർ ആയിട്ട് അപ്പോൾ ഒരു വലിയ നമ്പറിനെ ഒരു ചെറിയൊരു നമ്പർ കൊണ്ട് 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഈക്വൽ ടു എന്തിനെ അടുപ്പിച്ചായിരിക്കും വരുന്നത്? 0 അടുപ്പിച്ച്. എന്താണ്? ഒരു 1 എന്ന് പറയുന്ന നമ്പറിനെ ഇവിടെ ഡിവിഷൻ 1 ഉണ്ട്. ആ 1നെ ഇൻഫിനിറ്റി കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഇത് തിരിച്ചെഴുതുമ്പോൾ 1/∞ ആണ് വരുന്നത്. ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഒരു വലിയ നമ്പർ ആയിട്ട് മനസ്സിലാക്കുക. അപ്പോൾ 1നെ ഇൻഫിനിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? 0 അടുപ്പിച്ചുള്ള വാല്യൂ. ഏറ്റവും 0 അടുപ്പിച്ചുള്ള വാല്യൂ എത്രയാണോ വലുതായിക്കൊണ്ടിരിക്കുന്നത് അതിനനുസരിച്ച് 0 അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിനെ ഈക്വൽ ടു നമ്മൾ എന്തായിട്ട് എടുക്കുക? 0 ആയിട്ട് എടുക്കുക. അപ്പോൾ 1/∞ ആണ് കിട്ടുന്നത്. 1/∞ is equal to 0 ആണ്. That is equal to cot 90 is equal to 0 ആണ്. cot 90 is equal to 0 ആണ്. അപ്പോൾ ഇതിന്റെ ബേസിക് വാല്യൂസ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാകുമ്പോൾ ആ ബേസിക് വാല്യൂസ് കഴിഞ്ഞു. അതായത് സൈൻ, കോസ്, ടാൻ, കൊസീക്ക്, സീക്ക്, കോട്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇത് സ്വന്തമായിട്ട് നിങ്ങൾ പേപ്പറിലോട്ട് എഴുതി നോക്കുക. ഈ ഐഡിയ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ട് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം സ്വന്തമായിട്ട് ഒരു പേപ്പർ എടുക്കുക. പേപ്പർ എടുത്തതിന് ശേഷം നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക? അതേപോലെ കോളം ഒക്കെ വരച്ചതിന് ശേഷം അതിന്റെ ഐഡിയ എല്ലാം ഓർത്ത് വെച്ച് ഓരോ സ്റ്റെപ്പായിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഓരോ സ്റ്റെപ്പായിട്ട് ഓർത്തതിന് ശേഷം അത് എഴുതിയതിനു ശേഷം അതിന്റെ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യുക. എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ട് അതിനുശേഷം നിങ്ങൾ ഇത് മനസ്സിൽ ഓർത്ത് നോക്കുക. അതായത് നിങ്ങൾ ചെയ്യുന്ന പേപ്പറിൽ ചെയ്യുന്ന വർക്ക് നിങ്ങൾ മനസ്സിൽ ഓർക്കുക. അതായത് ഇപ്പോൾ tan 90 ആണ് കണ്ടുപിടിക്കുന്നത്. tan 90 അപ്പോൾ tan എന്ന് പറയുന്നത് cos 90 ഡിവൈഡഡ് ബൈ sin 90 ഡിവൈഡഡ് ബൈ cos 90 ആണ്. അപ്പോൾ tan 90 എന്ത് കിട്ടും എന്നൊന്ന് ശ്രദ്ധിച്ച് ഓരോ സ്റ്റെപ്പായിട്ട് ഓർത്ത് പഠിക്കുക.
ഇത് 45 എന്ന് പറയുന്നത് സൈന്റെയും കോസിന്റെയും വാല്യൂ ഈക്വൽ ആണ്. ഇത് കാണാൻ പഠിക്കാനുള്ള ഐഡിയ ആണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കുക. കോസ് സൈൻ ഇതിന്റെ രണ്ടിന്റെയും വാല്യൂ അടുത്ത് ഈക്വൽ ആണ്. 1/√2 തന്നെ വരും. കോസിന്റെയും സൈന്റെയും കോസിന്റെയും 1/√2 വരുന്ന വാല്യൂ ആണ് 45 എന്ന് പറയുന്നത്. 45. അപ്പോൾ tan 45 എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 tan 45 എന്ന് പറയുന്നത് 1 Then അങ്ങനെ ഒന്ന് കമ്പയർ ചെയ്യുക. ഓരോ വാല്യൂ നിങ്ങൾ പഠിക്കുന്നത് ഇപ്പൊ അടുത്ത് ഞാൻ ഇവിടെ എളുപ്പമുള്ള ഒരു വാല്യൂ പറഞ്ഞതാണ്. 5/4 എന്ന് പറയുന്ന രണ്ടിനും ഈക്വൽ ആണ്. ഈക്വൽ ആയതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും കിട്ടുന്നത്. അതാണ് ടാന്റെ വാല്യൂ എന്ന് പറയുന്നത്. അത് തന്നെയായിരിക്കും കോട്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അത് തന്നെയായിരിക്കും കോട്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ദെൻ 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ sin 0 എന്ന് പറയുന്നത് 0 ആണ്. അങ്ങനെയാണെങ്കിൽ sin 0 ആണെങ്കിൽ sin 90 എന്ന് പറയുന്ന 1 ആണ്. മാക്സിമം 0യും മിനിമം 0യും മാക്സിമം 1 എന്ന് പറയുന്ന വാല്യൂ മാത്രമേ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. മാക്സിമം 1ഉം മിനിമം 0യും പറയുന്ന വാല്യൂ മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. നെഗറ്റീവ് കണ്ടീഷനിലോട്ട് പോകുന്ന വാല്യൂ ഉണ്ട്. -1ൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന വാല്യൂസ് ഉണ്ട്. അത് നമുക്ക് വഴിയെ പറയാം. അപ്പോൾ ഇത്രയും മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ഇതൊന്ന് പഠിച്ചിരിക്കും. ഇത് കാണാതെ നിങ്ങൾക്ക് പറയാൻ അറിഞ്ഞിരിക്കണം. ഇതിന്റെ വാല്യൂസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കരുത്. ഇത് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനുകളുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ത്രൂ ഔട്ട് ഈ ചാപ്റ്ററിന്റെ ത്രൂ ഔട്ട് വേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഇത് ബേസിക് ഐഡിയാസ് ആണ്. ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കാണാതെ പഠിച്ചിരിക്കണം. ഇതിന്റെ ഇടയിൽ ചോദിക്കുമ്പോൾ തന്നെ പറയാൻ പറ്റിയിരിക്കണം. അതായത് sin 30 എത്രയെന്ന് ചോദിച്ചാൽ പറയണം 1/2 എന്ന് പറയണം. sin 60 എത്രയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം √3/2 എന്ന് പറയണം. അപ്പോൾ അങ്ങനെ ഇടയ്ക്കെന്ന് ചോദിക്കുമ്പോൾ പറയാൻ കഴിഞ്ഞിരിക്കണം. ആ രീതിയിൽ വേണം പഠിച്ചിരിക്കാൻ. ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത ഒരു സെക്ഷനും കൂടെ ഉണ്ട്. ആ സെക്ഷനും കൂടെ അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അതിൽ കുറെ കാര്യങ്ങൾ ഐഡിയാസ് പറയുന്നുണ്ട്. ഓരോ ക്വാഡ്രന്റിന്റെ കേസും അതിൽ വരുന്ന ട്രിഗണോമെട്രി വാല്യൂസിന് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് എന്ന് പറയുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ സെക്ഷൻ നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഇന്ന് എടുക്കുന്ന ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഓരോ ക്വാഡ്രന്റില് ആ ട്രിഗണോമെട്രി ഫംഗ്ഷന്റെ വാല്യൂസ് എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ്. ഈ ചാപ്റ്ററിന്റെ ത്രൂ ഔട്ട് ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ഒരു സെഷനുമാണ് ഇതിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഇത് അറിയാമെങ്കിൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റത്തുള്ളൂ, ക്വസ്റ്റ്യനുകൾ ചെയ്യാൻ കഴിയും. അപ്പോൾ +1-ലായാലും +2-ലായാലും ആവശ്യമുള്ള ഒരു കാര്യമാണ്. +2-ലും ഇതേപോലുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്. ത്രൂ ഔട്ട് ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. നമുക്കിവിടെ ഒരു പ്ലെയിൻ എന്ന് പറയുന്നത് ഒരു സർഫസ് അല്ലെങ്കിൽ ഒരു പ്ലെയിൻ എന്ന് പറയുന്നത് ഒരു 2 ഡയമെൻഷൻ ആണ്. എന്താണ് ഒരു പ്ലെയിൻ എന്ന് പറയുന്നത് 2 ഡയമെൻഷൻ ആണ്. അതുകൊണ്ട് ഇതിൽ 2 ഡയമെൻഷൻ ഉദ്ദേശിക്കുന്നത് 2 ആക്സിസ് ആണ് വരയ്ക്കാൻ കഴിയുന്നത്. ഒരു ആക്സിസ് എന്ന് പറയുന്നത് എക്സ് ആക്സിസും 2 എന്ന് പറയുന്നത് വൈ ആക്സിസ്. 2 ആക്സിസ് ആണ് വരയ്ക്കാൻ കഴിയുന്നത്, എക്സ് ആക്സിസും വൈ ആക്സിസ്. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. 2 ആക്സിസ് ആണ് വരയ്ക്കാൻ കഴിയുന്നത്, എക്സ് ആക്സിസ് വൈ ആക്സിസ്. ഒരു പ്ലെയിനിൽ വരയ്ക്കാൻ കഴിയുന്ന 2 ആക്സിസ് ആണ്, എക്സ് ആക്സിസ് വൈ ആക്സിസ്. പ്ലെയിൻ എന്ന് പറയുന്ന 2 ഡയമെൻഷണൽ ഫിഗർ ആണ്. അപ്പോൾ 2 ഡയമെൻഷണൽ ഫിഗർ മാത്രമേ പ്ലെയിനിൽ വരയ്ക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് എക്സ് ആക്സിസും വൈ ആക്സിസും എക്സ് ആക്സിസും വൈ ആക്സിസും. ഞാനൊരു കാര്യം ഇവിടുത്തെ മെഷർമെന്റ് എഴുതുകയാണ്. മെഷർമെന്റ് എന്ന് പറയുന്നത് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്നതാണ്. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 നിന്നാണ്. ഈ വൈ ആക്സിസും എക്സ് ആക്സിസും തമ്മിൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അതായത് ഇവിടെ വരുമ്പോൾ 90 ഡിഗ്രി, ഇവിടെ വരുമ്പോൾ 90 ഡിഗ്രി. വീണ്ടും വൈ ആക്സിസും എക്സ് ആക്സിസും തമ്മിൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. 90 ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി, 190 ഡിഗ്രി. ദെൻ വീണ്ടും 90 ആഡ് ചെയ്യുമ്പോൾ 270 ഡിഗ്രി, 270 ഡിഗ്രി, 270 ഡിഗ്രി. ദെൻ വീണ്ടും 90 ആഡ് ചെയ്യുമ്പോൾ 360 ഡിഗ്രി. കംപ്ലീറ്റ് റൊട്ടേഷൻ, കംപ്ലീറ്റ് സർക്കിളായി ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്തു വന്നു. അതായത് 360 ഡിഗ്രി. വീണ്ടും 90 വീണ്ടും ആഡ് ചെയ്താ പോകുന്നത്. ഇത്രയും മാത്രം മതി നമുക്ക്. ദെൻ 0 ഡിഗ്രിക്ക് 0 ഡിഗ്രി എന്ന് തന്നെയാണ് പറയുന്നത്. ദെൻ 90 ഡിഗ്രി ആകുമ്പോൾ അതിന്റെ റേഡിയൻ മെഷർമെന്റ് എന്ന് പറയുന്നത് π/2 ആണ്. അപ്പോൾ നമുക്ക് 90ക്ക് പകരം വേണമെങ്കിൽ എന്ത് തരാം? π/2 എന്ന് തരാം. നിങ്ങൾ π/2 എന്ന് തന്നെയായിരിക്കും തരുന്നത്. അപ്പോൾ π/2 എന്ന് പറയുന്നത്. 180 എന്ന് പറയുന്നത് പൈ എന്ന് പറയുന്നതാണ് അതിന്റെ റേഡിയൻ മെഷർമെന്റ് എന്ന് പറയുന്നത്.
ചെയ്ത് നോക്കാം. 180 എന്താണ് പൈ ബൈ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പൈ എന്താണ് 180 ക്യാൻസൽ ആയി പോകും. ബാക്കി എന്ത് കിട്ടും? പൈ എന്ന് കിട്ടും. പൈ റേഡിയൻ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി എന്നാണ് അർത്ഥം. ദെൻ 270 എന്ന് പറയുന്നത് 3 പൈ ബൈ 2 ആണ്. 3 പൈ ബൈ 2 ആണ്. 270 ഡിഗ്രി എന്ന് പറയുന്നത് 3 പൈ ബൈ 2 റേഡിയൻ ആണ്. 360 എന്ന് പറയുന്നത് 2 പൈ റേഡിയൻ ആണ്. 360 എന്ന് പറയുന്നത് 2 പൈ റേഡിയൻ. ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കിയാൽ മാത്രം മതി. അല്ലെങ്കിൽ തന്നെ പൈ എന്ന് പറയുന്നത് 180 ആണെങ്കിൽ 180 പ്ലസ് 180 ആണ് എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ 180 ഇൻറ്റു 2 ആണ് 360 എന്ന് പറയുന്നത്. അപ്പൊ എന്ത് കിട്ടും? 180 ഇൻറ്റു 2 ചെയ്യുമ്പോൾ പൈ ഇൻറ്റു 2 2. Then അപ്പോൾ റേഡിയൻ മെഷർമെന്റുമായി ഡിഗ്രി മെഷർമെന്റുമായി, റേഡിയൻ മെഷർമെന്റുമായി ഡിഗ്രി മെഷർമെന്റ്. ഇനി ഞാനൊരു സെന്റൻസ് ഇവിടെ എഴുതിയിരിക്കുകയാണ്. ഓരോ വേർഡും ഓരോ ക്വാഡ്രന്റിലായിരിക്കും. ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്, ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ്, ഇത് തേർഡ് ക്വാഡ്രന്റ് ആണ്, ഇത് ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് 4 ക്വാഡ്രന്റ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. എക്സ് വൈ ആക്സ് വരയ്ക്കുമ്പോൾ 4 ക്വാഡ്രന്റ് ആയിട്ട് കിട്ടി. അപ്പോൾ ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ്, ഇത് തേർഡ് ക്വാഡ്രന്റ്, ഇത് ഫോർത്ത് ക്വാഡ്രന്റ്. ദെൻ ഞാനൊരു സെന്റൻസ് എഴുതുകയാണ്. അത് ഓരോ വേർഡും ഓരോ ക്വാഡ്രന്റിലായിട്ട് എഴുതുക. All students take coffee. All students take coffee. All students take coffee. All means ella. All means ella. ഇവിടെ ട്രിഗണോമെട്രി ഫംഗ്ഷന്റെ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് എല്ലാ ട്രിഗണോമെട്രി ഫംഗ്ഷൻ നമ്മൾ പഠിച്ചിട്ടുള്ള 4 ട്രിഗണോമെട്രി ഫംഗ്ഷൻ ആണ്. സൈൻ, കോസ്, ടാൻ, കൊസീക്ക, സീക്ക, കോട്ട്. സൈൻ, കോസ്, ടാൻ, കൊസീക്ക, സീക്ക, കോട്ട്. ഇതിൽ മെയിൻ ആയിട്ടുള്ള ട്രിഗണോമെട്രി ഫംഗ്ഷൻ 3 എണ്ണമാണ്. സൈൻ, കോസ്, ടാൻ. മെയിൻ ആയിട്ടുള്ള ട്രിഗണോമെട്രി ഫംഗ്ഷൻ സൈൻ, കോസ്, ടാൻ. ദെൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എല്ലാ ട്രിഗണോമെട്രി ഫംഗ്ഷനും, അതായത് ഈ 6 ട്രിഗണോമെട്രി ഫംഗ്ഷനും പോസിറ്റീവ് ആയിരിക്കും. ഓൾ ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ആർ പോസിറ്റീവ്. എല്ലാ ട്രിഗണോമെട്രി ഫംഗ്ഷനും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഏത് ക്വാഡ്രന്റിൽ? ഫസ്റ്റ് ക്വാഡ്രന്റ്. എല്ലാ ട്രിഗണോമെട്രി ഫംഗ്ഷനും പോസിറ്റീവ് ആയിരിക്കും. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാ ട്രിഗണോമെട്രി ഫംഗ്ഷനും പോസിറ്റീവ് ആണ്. ദെൻ സെക്കൻഡ് ക്വാഡ്രന്റ് ആകുമ്പോൾ എസ് എന്ന് പറയുന്നത് സ്റ്റുഡൻസ് മീൻസ് എസ്, അതിലെ ഫസ്റ്റ് ലെറ്റർ എടുക്കുക. എസ്. എസിൽ തുടങ്ങുന്ന മെയിൻ ആയിട്ടുള്ള ട്രിഗണോമെട്രി ഫംഗ്ഷൻ ഏതാണ്? എസിൽ തുടങ്ങുന്ന മെയിൻ ആയിട്ടുള്ള ട്രിഗണോമെട്രി ഫംഗ്ഷൻ സൈൻ ആണ്. അതായത് മെയിൻ ആയിട്ടുള്ള ട്രിഗണോമെട്രി ഫംഗ്ഷൻ ഈ 3 എണ്ണമാണ്. സൈൻ, കോസ്, ടാൻ ആണ്. അതിൽ എസിൽ തുടങ്ങുന്ന മെയിൻ ആയിട്ടുള്ള ട്രിഗണോമെട്രി ഫംഗ്ഷൻ ഏതാണ്? സൈൻ ആണ്. അതും അതിന്റെ റെസിപ്രോക്കൽ ഫംഗ്ഷൻ ഏതൊക്കെയാണ്? സൈനും അതിന്റെ റെസിപ്രോക്കൽ ഫംഗ്ഷനും. സൈനിന്റെ റെസിപ്രോക്കൽ ആണ് കൊസീക്. അതായത് സൈനും കൊസീക്കും പോസിറ്റീവ് ആയിരിക്കും. ഏത് ക്വാഡ്രന്റിൽ? സെക്കൻഡ് ക്വാഡ്രന്റ്. Sine and cosec are positive in the second quadrant. All other trigonometry functions are, ബാക്കി എല്ലാ ട്രിഗണോമെട്രി ഫംഗ്ഷനും, അതായത് ഈ സൈനും കൊസീക്കും ഒഴികെയുള്ള ബാക്കി 4 ട്രിഗണോമെട്രി ഫംഗ്ഷനും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അതായത് സൈനും കൊസീക്കും ഒഴികെ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കോസ്, സീക്ക്, ടാൻ, കോട്ട് ഈ വാല്യൂസ് എല്ലാം എന്തായിരിക്കും? സെക്കൻഡ് ക്വാഡ്രന്റിൽ നെഗറ്റീവ് ആയിരിക്കും. സെക്കൻഡ് ക്വാഡ്രന്റിൽ നെഗറ്റീവ് ആയിരിക്കും. ദെൻ അടുത്തത് ടേക്ക് മീൻസ് ഇതിലെ ഫസ്റ്റ് ലെറ്റർ എടുക്കുക. ടി എന്ന് പറയുന്ന ലെറ്റർ. ടേക്ക് മീൻസ് ഫസ്റ്റ് ലെറ്റർ ടി എന്ന് പറയുന്ന ലെറ്റർ. അതിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ട്രിഗണോമെട്രി ഫംഗ്ഷൻ. അതിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ട്രിഗണോമെട്രി ഫംഗ്ഷൻ ടാൻ ആണ്. പറഞ്ഞായിരുന്നു മെയിൻ ആയിട്ടുള്ള ട്രിഗണോമെട്രി ഫംഗ്ഷൻ സൈൻ, കോസ്, ടാൻ ആണ്. അതിൽ ടിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ട്രിഗണോമെട്രി ഫംഗ്ഷൻ ഏതാണ്? ടാൻ ആണ്. അപ്പോൾ ടാനും അതിന്റെ റെസിപ്രോക്കൽ
ടാനിന്റെ റെസിപ്രോക്കൽ ഏതാണ്? കോട്ടാണ്. ടാനിന്റെ റെസിപ്രോക്കൽ ഏതാണ്? കോട്ടാണ്. ടാനും കോട്ടും എന്തായിരിക്കും? ടാനും കോട്ടും പോസിറ്റീവ് ആയിരിക്കും. ടാനും കോട്ടും പോസിറ്റീവ് ആയിരിക്കും. ഏത് ക്വാഡ്രന്റിൽ? തേർഡ് ക്വാഡ്രന്റിൽ. തേർഡ് ക്വാഡ്രന്റിൽ ടാനും കോട്ടും പോസിറ്റീവ് ആയിരിക്കും. ബാക്കി എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷനും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അതായത് ബാക്കിയുള്ള എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സൈൻ, കൊസീക്ക്, കോസ്, സീക്ക്, ഈ 4 ട്രിഗണോമെട്രിക് ഫംഗ്ഷനും മൂന്നാമത്തെ ക്വാഡ്രന്റിൽ, തേർഡ് ക്വാഡ്രന്റിൽ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ദെൻ ഫോർത്ത് ക്വാഡ്രന്റിലെ കണ്ടീഷൻ പറയുമ്പോൾ, ഫോർത്ത് ക്വാഡ്രന്റിൽ സിയിലാണ് തുടങ്ങുന്നത്. കോഫി മീൻസ് സിയിൽ തുടങ്ങുന്ന വേർഡ്, സിയിൽ തുടങ്ങുന്ന ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ, അതായത് കോസ്. മെയിൻ ആയിട്ടുള്ള ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണ് സൈൻ, കോസ്, ടാൻ. അതിൽ മെയിൻ ആയിട്ടുള്ളത് ഏത്? സിയിൽ തുടങ്ങുന്നത് കോസ്. അതായത് കോസും അതിന്റെ റെസിപ്രോക്കൽ സീക്കും. കോസും സീക്കും പോസിറ്റീവ് ആയിരിക്കും. കോസും സീക്കും പോസിറ്റീവ് ആയിരിക്കും. ബാക്കി എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷനും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അതായത് സൈനും കൊസീക്കും ടാനും കോട്ടും ഏത് ക്വാഡ്രന്റിൽ? ഫോർത്ത് ക്വാഡ്രന്റിൽ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ബേസിക് കൺസെപ്റ്റ് ആദ്യം മനസ്സിലാക്കുക. ഏതൊക്കെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഏതൊക്കെ ക്വാഡ്രന്റിലാണ് പോസിറ്റീവ്, നെഗറ്റീവ് എന്ന് പറയുന്ന കണ്ടീഷൻ. അടുത്തതായിട്ട് ഒരു കണ്ടീഷനും കൂടെ പറയുമ്പോൾ ഇതിലുള്ള ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള രീതി എല്ലാം കംപ്ലീറ്റ് ആകും. അതായത് രണ്ട് ആംഗിൾ വരുന്ന സമയത്ത്, രണ്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 എന്ന് പറയുന്ന ആംഗിളോ 270 എന്ന് പറയുന്ന ആംഗിളോ വരികയാണ്. ഏതാണ്? 90 എന്ന് പറയുന്ന ആംഗിളോ 270 എന്ന് പറയുന്ന ആംഗിളോ വരികയാണ്. 90 or 270, 90 or 270, അല്ലെങ്കിൽ നമുക്ക് പറയാം π/2 or 3π/2 എന്ന് പറയുന്ന രണ്ട് വാല്യൂസ് വരികയാണെങ്കിൽ, ഇതിലെ ഏതെങ്കിലും ഒരു ആംഗിൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ കൂടെ വരികയാണെങ്കിൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ തന്നെ ചേഞ്ച് ആകും. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ചേഞ്ച് ആകും. ഏത് വാല്യൂ വരികയാണെങ്കിൽ 90, 270, അല്ലെങ്കിൽ റേഡിയൻ മെഷർമെന്റിൽ പറയുമ്പോൾ π/2 എന്ന് പറയുന്ന വാല്യൂ 3π/2 എന്ന് പറയുന്ന വാല്യൂ വരികയാണെങ്കിൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്താകും? ചേഞ്ച് ആകും. എങ്ങോട്ടാണ് ചേഞ്ച് ആകുന്നതെന്ന് ചോദിച്ചാൽ, എങ്ങോട്ടേക്കാണ് ചേഞ്ച് ആകുന്നതെന്ന് ചോദിച്ചാൽ, സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് നിങ്ങളെ ക്വസ്റ്റ്യനിൽ പറയുകയാണെങ്കിൽ, ക്വസ്റ്റ്യനിൽ സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് തന്നിരിക്കുന്നതെങ്കിൽ അത് നേരെ പോകുന്നത് കോസിലേക്കായിരിക്കും ആൻസർ വരുന്നത്. സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണെങ്കിൽ അത് കോസ് എന്ന് പറയുന്ന ആൻസർ ആയിരിക്കും ലഭിക്കുക. ദെൻ കോസിലാണ് ക്വസ്റ്റ്യൻ എങ്കിൽ, ക്വസ്റ്റ്യൻ കോസിലാണെങ്കിൽ അത് എന്തിലേക്ക് മാറും? സൈനിലേക്ക് മാറും. ക്വസ്റ്റ്യൻ കോസിലാണെങ്കിൽ അത് സൈനിലേക്കും, സൈൻ എന്ന് പറയുന്നതാണെങ്കിൽ അത് കോസിലേക്കും കൺവേർട്ട് ആവും. ദെൻ ടാൻ എന്ന് പറയുന്നതാണെങ്കിൽ, ടാൻ എന്ന് പറയുന്നതാണെങ്കിൽ കോട്ടിലേക്കും, കോട്ട് എന്ന് പറയുന്നതാണെങ്കിൽ ടാനിലേക്കുമാണ് മാറുന്നത്. ടാൻ എന്ന് പറയുന്നത് കോട്ടിലേക്കും, കോട്ട് എന്ന് പറയുന്നത് ടാനിലേക്കുമാണ് മാറുന്നത്. ദെൻ അടുത്തത് ഒന്നും കൂടെ ഉള്ളൂ, കൊസീക്ക് എന്ന് പറയുന്നത്, കൊസീക്ക് എന്ന് പറയുന്നത് സീക്കിലേക്ക് മാറും. സീക്ക് ആണെങ്കിൽ അത് ഏതിലേക്ക് മാറും? കൊസീക്കിലേക്ക് മാറും. അപ്പോ ഈ ഒരു കണ്ടീഷനോട് അറിഞ്ഞിരിക്കുക. അതായത് കൺവേർഷൻ വരുന്നത്, ഇത് കൺവേർട്ട് ആയി വരുന്നത് സൈൻ എന്ന് പറയുന്നത് കോസിലേക്കും, കോസ് എന്ന് പറയുന്നത് സൈനിലേക്കും, ടാൻ എന്ന് പറയുന്നത് കോട്ടിലേക്കും, കോട്ട് എന്ന് പറയുന്നത് ടാനിലേക്കും, കൊസീക്ക് എന്ന് പറയുന്നത് സീക്കിലേക്ക്, സീക്ക് എന്ന് പറയുന്നത് കൊസീക്കിലേക്ക്. ഏത് സമയത്താണ് മാറുന്നത്? ആംഗിൾ 90 അല്ലെങ്കിൽ 270 വരണം, അല്ലെങ്കിൽ π/2 or 3π/2 വരണം. π/2 or 3π/2 90 or 270 വരികയാണെങ്കിൽ കൺവേർഷൻ സംഭവിക്കും. എങ്ങോട്ട് മാറും? സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ കോസിലേക്കും, കോസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണെങ്കിൽ സൈനിലേക്കും, ടാൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണെങ്കിൽ കോട്ടിലേക്കും, കോട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണെങ്കിൽ ടാനിലേക്കും, കൊസീക്ക് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണെങ്കിൽ സീക്കിലേക്കും, സീക്ക് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണെങ്കിൽ കൊസീക്കിലേക്കും മാറും. ക്ലിയർ? ഇനി ഇതിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്?
ഇപ്പോൾ നിങ്ങൾ അടുത്ത ഒരു ക്വസ്റ്റ്യൻ പറയുക, സൈൻ ഓഫ് 90 പ്ലസ് എക്സ് എന്ന് പറയുന്ന വാല്യൂ. ഇതിന്റെ ആൻസർ എന്താ? സൈൻ ഓഫ് 90 പ്ലസ് എക്സ് എന്ന് പറയുന്ന വാല്യൂ. അപ്പോ 90 പ്ലസ് എക്സ് എന്ന് പറയുന്നതാണ് ഇതിന്റെ ആംഗിൾ എന്ന് നമുക്കറിയാം. 90 പ്ലസ് എക്സ് എന്ന് പറയുന്നതാണ് ആംഗിൾ. ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞായിരുന്നു, ഏത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ വന്നാലും അതിന്റെ കൂടെ വരുന്നത് അതിന്റെ ആംഗിൾ ആണ്. അതായത് സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ കൂടെ ചേർന്ന് വന്നിരിക്കുന്നത് 90 പ്ലസ് എക്സ് ആണ്. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 90 പ്ലസ് എക്സ് തന്നെയാണ്. ആംഗിൾ എന്ന് പറയുന്നത് 90 പ്ലസ് എക്സ് ആണ്. അപ്പോ ഇവിടെ 90 എന്ന് പറയുന്ന വാല്യൂ ഇവിടെ നോക്കുക. 90 എന്ന് പറയുന്ന വാല്യൂ ഇതാണ്. 90യോട് ഒരു ആംഗിൾ ആഡ് ചെയ്തിരിക്കുന്നു. പ്ലസ് എക്സ് ആണ് എഴുതിയിരിക്കുന്നത്. 90യോട് ഒരു ആംഗിൾ ആഡ് ചെയ്തിരിക്കുന്നു. ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെക്കാളും വലിയ വാല്യൂയിലേക്ക് പോകും. 90യെക്കാളും വലിയ വാല്യൂ, അതായത് 180യുടെ അടുത്തേക്കാണ് വരുന്നത്. 90 പ്ലസ് എക്സ് ആകുമ്പോൾ 180യുടെ അടുത്തേക്ക് വരും. അതായത് ഏത് ക്വാഡ്രന്റിലാണ് നിൽക്കുന്നത്? സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. 90 പ്ലസ് എക്സ് ആകുമ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. നമ്മള് ക്വാഡ്രന്റ് ഏതാണെന്ന് കിട്ടി? സെക്കൻഡ് ക്വാഡ്രന്റ്. സെക്കൻഡ് ക്വാഡ്രന്റ് കിട്ടിക്കഴിഞ്ഞാൽ, ഏത് ക്വാഡ്രന്റ് ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് ചെക്ക് ചെയ്യേണ്ടത് ആ ക്വാഡ്രന്റിൽ ഏതൊക്കെയാണ് പോസിറ്റീവ്, ഏതൊക്കെയാണ് നെഗറ്റീവ്, ഏതൊക്കെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണ് പോസിറ്റീവ്, ഏതൊക്കെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണ് നെഗറ്റീവ് എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ സൈൻ എന്ന് പറയുന്നതും കൊസീക്ക് എന്ന് പറയുന്നതും എന്താണ്? പോസിറ്റീവ് ആണ്. സൈൻ എന്ന് പറയുന്നതും കൊസീക്ക് എന്ന് പറയുന്നതും പോസിറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന എന്താണ്? സൈനിലാണ് ഫംഗ്ഷൻ. അപ്പോൾ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? പോസിറ്റീവ് ആണ്. ഇതിന്റെ ആൻസർ എന്താണ്? പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ സൈൻ ഒന്നും ഇടേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ പ്ലസ് ഒന്നും ഇട്ടില്ല. ഓക്കെ, അപ്പോ പോസിറ്റീവ് ആണ്. അപ്പൊ ഇതിന്റെ വാല്യൂ പോസിറ്റീവ് ആണ്. ഇനി ഒരു കണ്ടീഷൻ, ഇവിടെ 90 എന്ന് പറയുന്ന വാല്യൂ വന്നു. 90 വരികയോ 270 വരികയോ ചെയ്താൽ എന്ത് സംഭവിക്കും? 90 വരികയോ 270 വരികയോ ചെയ്താൽ സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണെങ്കിൽ അത് എങ്ങോട്ടേക്ക് മാറും? കോസിലേക്ക് മാറും. അതായത് ഇതിന്റെ ആൻസർ കോസ് ആണ്. ഇതിന്റെ ആൻസർ കോസ് ആണ്. ആദ്യം ഏത് ക്വാഡ്രന്റ് ആണെന്ന് കണ്ടുപിടിക്കുക. സെക്കൻഡ്, ആ ക്വാഡ്രന്റിൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഐഡന്റിഫൈ ചെയ്യുക. മൂന്നാമത്, എന്തെങ്കിലും കൺവേർഷൻ സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അതുവരെ ക്ലിയർ. ദെൻ അതിനുശേഷം പിന്നെ നിങ്ങൾ എഴുതേണ്ടത് ഇവിടെ തന്നിരിക്കുന്ന ഈ ആംഗിൾ ഏതാണോ അത്. അതായത് സൈൻ ഓഫ് 90 പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ ആൻസർ എന്താണ്? കോസ് എക്സ് ആണ്. സൈൻ ഓഫ് 90 പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ ആൻസർ എന്താണ്? കോസ് എക്സ് ആണ്. ദെൻ വേറൊരു ക്വസ്റ്റ്യൻ അറിയുക, ടാൻ ഓഫ് 180 മൈനസ് എക്സ് എന്ന് പറഞ്ഞു. ടാൻ ഓഫ് 180 മൈനസ് എക്സ് എന്ന് പറഞ്ഞു. ടാൻ ഓഫ് 180 മൈനസ് എക്സ്. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ ആംഗിൾ ഏതാണ്? ആംഗിൾ ഏതാണ്? 180 മൈനസ് എക്സ് ആണ്. അതെവിടെയാണ് നിൽക്കുന്നത്? ഏത് ക്വാഡ്രന്റിലാണ് പ്ലേസ്? ആ ആംഗിളിന്റെ പ്ലേസ് ഏത് ക്വാഡ്രന്റാണ്? 180യുടെ പ്ലേസ് ആയിരുന്നു നോക്കുക. ഇതാണ് 180യുടെ പ്ലേസ്. അതിൽ നിന്ന് മൈനസ് ചെയ്തിരിക്കുകയാണ്. മൈനസ് ചെയ്യുമ്പോൾ ചെറിയ വാല്യൂന്റെ അടുത്തേക്ക് പോകും. അതായത് 90യുടെ അടുത്തേക്ക് പോകും. 180യേക്കാൾ ചെറിയ വാല്യൂ ആണ് 90 എന്ന് പറയുന്നത്. അപ്പോൾ 90യുടെ അടുത്തേക്ക് പോകും. 90യുടെ അടുത്തേക്ക് പോകുമ്പോൾ ഏത് ക്വാഡ്രന്റ് തന്നെയാണ്? സെക്കൻഡ് ക്വാഡ്രന്റ് തന്നെയാണ്. അപ്പോൾ 180 മൈനസ് എക്സ് എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? സെക്കൻഡ് ക്വാഡ്രന്റ് തന്നെയാണ്. അപ്പോൾ ഇത് സെക്കൻഡ് ക്വാഡ്രന്റ് ആണ് കിട്ടി. ഇനി നോക്കേണ്ടത് സെക്കൻഡ് ക്വാഡ്രന്റിൽ ഏതൊക്കെ വാല്യൂ ആണ് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ സൈനും കൊസീക്കും മാത്രമാണ് പോസിറ്റീവ്. സൈനും കൊസീക്കും മാത്രമാണ് പോസിറ്റീവ്. അപ്പോൾ ബാക്കി എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്താണ്? നെഗറ്റീവ് ആണ്. ബാക്കി എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്താണ്? നെഗറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വാല്യൂ എന്തായിരിക്കും? നെഗറ്റീവ് ആണ്. താനല്ലേ ഇവിടുത്തെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. അപ്പോൾ ഇവിടുത്തെ വാല്യൂ എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പോൾ നെഗറ്റീവ് സൈൻ. ഇനി നോക്കേണ്ടത് ഇവിടെ വന്നിരിക്കുന്ന ആംഗിൾ 90യോ 270യോ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഇവിടെ വന്നിരിക്കുന്ന 180 ആണ്, 90 270 അല്ല.
ഈ 90-നും 270-നും വരുന്ന സമയത്ത് മാത്രമേ കൺവേർട്ട് ചെയ്യേണ്ടതുള്ളൂ. കൺവേർഷൻ വരേണ്ടത് ഏതാണ്? 90-യോ 270-യോ വരുമ്പോൾ മാത്രമേ കൺവേർട്ട് ചെയ്യേണ്ടതുള്ളൂ. അല്ലെങ്കിൽ സെയിം ആയിട്ടുള്ള ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ തന്നെ എഴുതുക. അതായത് ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഏതാണോ അത് തന്നെ എഴുതുക, tan. Then ഇവിടുത്തെ ആക്യൂട്ട് ആംഗിൾ എടുത്ത് എഴുതുക, that is equal to x. അപ്പോൾ tan of 180 minus x എന്ന് പറയുന്നത് ആൻസർ മൈനസ് tan x ആണ്. മൈനസ് tan x ആണ്. Then ഞാൻ ഇതിന്റെ ആംഗിൾ എല്ലാം ഒന്ന് പറയുകയാണ്. അതായത് ഏതൊക്കെ ക്വാഡ്രന്റിൽ എങ്ങനെയൊക്കെ വരാം, ആംഗിൾ ആയിട്ട് വരാം, അതൊന്ന് പറയുകയാണ്. ബാക്കിയെല്ലാം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും. ചെയ്ത് നോക്കുക. Then ഏതൊക്കെയാണ് ആംഗിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വരേണ്ട ആംഗിൾ എന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് വെറും എക്സ് എന്ന് പറയുന്ന രീതിയിൽ, വെറും എക്സ് എന്ന് പറയുന്ന രീതി, അതായത് 0+x ആണ് ഉദ്ദേശിക്കുന്നത്. 0+x ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഫസ്റ്റ് ക്വാഡ്രന്റ് എന്തായിരിക്കും? ഫസ്റ്റ് ക്വാഡ്രന്റ് ആയിരിക്കും. എക്സ് എന്ന് മാത്രം വരികയാണെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റ്. ഫസ്റ്റ് ക്വാഡ്രന്റ്. Then അടുത്തത് 90+x. 90+x. 90+x ആണെങ്കിൽ 90+x, അതായത് ആംഗിൾ മാറി പ്ലസ് എക്സ്. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. ഇത് ഏത് ക്വാഡ്രന്റ് ആണ്? സെക്കൻഡ് ക്വാഡ്രന്റ്. സെക്കൻഡ് ക്വാഡ്രന്റ്. Then അടുത്തത് 90-x വരാം. 90-x എന്ന് പറയുന്നത് 90-x വരാം. 90-x ആണ് വരുന്നതെങ്കിൽ ഏതായിരിക്കും? 90-ൽ നിന്ന് മൈനസ് ചെയ്യുക, അതായത് 0-യുടെ അടുത്തേക്ക് പോകും. അതായത് ഫസ്റ്റ് ക്വാഡ്രന്റ്. ഇത് തന്നെയാണ് ഫസ്റ്റ് ക്വാഡ്രന്റ്. 90-x ആണെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റ്. Then അടുത്തത് 180+x വരാം. 180+x വരാം. നിങ്ങൾക്ക് തന്നെ അറിയാം 180+x ആഡ് ചെയ്യുക, 270 അടുത്തേക്ക് വരും. 180+x, that is equal to third quadrant. ഏത് quadrant? third quadrant. അടുത്തത് വരാം 180-x വരാം. 180-x വരാം. 180-x മൈനസ് ചെയ്യുക, that is equal to second quadrant. ഏത് quadrant? second quadrant. അടുത്തത് 270+x വരാം. 270+x വരാം. 270+x വരാം. 270+x ആകുമ്പോൾ 360-യുടെ അടുത്തേക്ക് പോകും. അതായത് ഏത് ക്വാഡ്രന്റ്? ഫോർത്ത് ക്വാഡ്രന്റ്. ഫോർത്ത് ക്വാഡ്രന്റ്. അടുത്തത് 270-x വരാം. 270-x വരാം. 270-x ഏത് ക്വാഡ്രന്റ്? 270-ൽ നിന്ന് ആംഗിൾ മൈനസ് ചെയ്യുക, അതായത് തേർഡ് ക്വാഡ്രന്റ്. ഏത് ക്വാഡ്രന്റ്? തേർഡ് ക്വാഡ്രന്റ്. Then അടുത്തത് 2π, അതായത് 360+x വരാം. 360+x. 360+x. 360+x ആകുമ്പോൾ ഏത് ക്വാഡ്രന്റ്? 360 ന്ന് ആംഗിൾ ആഡ് ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് ക്വാഡ്രന്റ്. ഏത് ക്വാഡ്രന്റ്? ഫസ്റ്റ് ക്വാഡ്രന്റ്. Then 360-x വരാം. 360-x ഏത് ക്വാഡ്രന്റ് ആണ്? 360-x ആകുമ്പോൾ ഫോർത്ത് ക്വാഡ്രന്റ്. ഏത് ക്വാഡ്രന്റ്? ഫോർത്ത് ക്വാഡ്രന്റ്. Then വെറും -x എന്ന് പറയുന്ന രീതി എന്താണ്? -x. അവിടെ ശ്രദ്ധിക്കേണ്ടത് 0 എന്ന് പറയുന്ന വാല്യൂവിൽ നിന്ന് മൈനസ് ചെയ്യും. 0 - x, that is equal to -x. 0 എന്ന് പറയുന്ന ഈക്വൽ ടു ഏതാണ്? 360 ക്ക് ഈക്വൽ ആണ്. അതായത് 360 - x ന് ഈക്വൽ ആയിരിക്കും. that is equal to ഏത് ക്വാഡ്രന്റ്? ഫോർത്ത് ക്വാഡ്രന്റ്. ഏതാണ്? ഫോർത്ത് ക്വാഡ്രന്റ്. അതായത് -x എന്ന് പറയുന്ന വാല്യൂ തന്നിരുന്നാലും അത് ഏതിലാണ്? ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. -x വന്നിരുന്നാലും ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. Then ശ്രദ്ധിക്കേണ്ടത്, അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇതെല്ലാം 90 വരികയോ 270 വരികയോ ചെയ്താൽ മാത്രം എന്ത് ചെയ്യുക? സൈൻ കോസ് ആക്കുക, കോസ് സൈൻ ആക്കുക. ടാൻ കോട്ട് ആക്കുക, കോട്ട് ടാൻ ആക്കുക. കൊസീക്ക് സീക്ക് ആക്കുക, സീക്ക് കൊസീക്ക്. Then ഇത് 90, 270, 360 എന്നുള്ള രീതിയെ മാറി എങ്ങനെ വരാം? ഇതിന്റെ ആംഗിൾ എന്ന് പറയുന്നത് റേഡിയൻ മെഷർമെന്റ് വരാം. അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. 90ക്ക് പകരമായിട്ട് π/2, π/2+x എന്ന് വരാം. അപ്പോൾ ഈ ക്വാഡ്രന്റിൽ ഒരു ചേഞ്ച് വരത്തില്ല, സെയിം തന്നെയാണ്. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ ഇതിന്റെ എല്ലാത്തിന്റെയും വാല്യൂ ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക. അതായത് ഏതൊക്കെയാണ് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞാൽ സൈൻ, കോസ്, ടാൻ, കൊസീക്ക്, സീക്ക്, കോട്ട്. സൈൻ, കോസ്, ടാൻ, കൊസീക്ക്, സീക്ക്, കോട്ട്. ഇതിന്റെ ഓരോന്നിനും ഈ 3 ആംഗിൾ ഇട്ട് കൊടുത്തിട്ട് അതിന്റെ ആൻസർ എന്താണെന്ന് കണ്ടുപിടിക്കുക. അതായത്
സൈൻ ഓഫ് ആദ്യം എക്സ്, ഇത് സൈൻ എക്സ് ആണ്. അടുത്തത് സൈൻ ഓഫ് 90 പ്ലസ് എക്സ്, സൈൻ ഓഫ് 90 പ്ലസ് എക്സ്. അപ്പോ 90 പ്ലസ് എക്സ് സെക്കൻഡ് ക്വാഡ്രന്റ് ആകുമ്പോൾ കോസിലേക്ക് മാറും. കോസ് എക്സ് എന്നെടുക്കും, കോസ് എക്സ് എന്ന്. അപ്പോ അങ്ങനെ 90 മൈനസ് എക്സ്, 180 പ്ലസ് എക്സ്, 180 മൈനസ് എക്സ്, 270 പ്ലസ് എക്സ്, 270 മൈനസ് എക്സ്, 360 പ്ലസ് എക്സ്, 360 മൈനസ് എക്സ്, മൈനസ് എക്സ്. ഇതെല്ലാം ഈ സൈനിന്റെയും കണ്ടുപിടിക്കുക, കോസിന്റെയും കണ്ടുപിടിക്കുക, ടാനിന്റെയും കണ്ടുപിടിക്കുക, കൊസീക്കിന്റെയും കണ്ടുപിടിക്കുക, സീക്കിന്റെയും കണ്ടുപിടിക്കുക, കോട്ടിന്റെയും കണ്ടുപിടിക്കുക. ഇത്രയും കണ്ടുപിടിക്കുക. ഇത് കണ്ടുപിടിച്ച് നിങ്ങൾ ബൈഹാർട്ട് ആയി കഴിഞ്ഞാൽ ഇതിലുള്ള എല്ലാ ക്വസ്റ്റ്യനും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയും. ഇത് ഞാനൊരു വാല്യൂ വെച്ച് പറഞ്ഞതാണ്. ഇതിന്റെ വാല്യൂ മാറിയതിനു ശേഷം ഇതൊരു ആംഗിൾ ഫോമിൽ, അതായത് ഇപ്പൊ നിങ്ങളുടെ അടുത്ത് പറയുന്നത് 360 സൈൻ ഓഫ് 90 പ്ലസ് 30 എന്ന് പറയുന്ന രീതിയിൽ സൈൻ ഓഫ് 90 പ്ലസ് 30. അപ്പോ ഇതിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ കോസ് 30 ആണ്. കോസ് 30 എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് √3/2 ആണ്. അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കുന്ന രീതിയിലാണ് ഇതിന് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ ബേസിക് വാല്യൂസ് അതേപോലെ ഈ സ്ട്രക്ചർ ഒന്ന് ബൈഹാർട്ട് ചെയ്യും. ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലുള്ള എല്ലാ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ബൈഹാർട്ട് ആയിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇതൊന്ന് ഓർത്ത് പഠിക്കുക, എഴുതി തന്നെ പഠിക്കുക. ബുക്ക് എടുക്കുക, ബുക്കിൽ വരച്ച് കറക്റ്റായിട്ട് എഴുതി പഠിച്ചതിന് ശേഷം, നിങ്ങൾ വരച്ചെടുത്തതിന് ശേഷം നിങ്ങൾ പേപ്പറിലായിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി തന്നെ പഠിക്കുക. ഒരു കാരണവശാലും വായിച്ച് പഠിക്കാൻ നിൽക്കരുത്. ഒന്ന് വരച്ച് കറക്റ്റായിട്ട് എഴുതി തന്നെ പഠിക്കുക. എന്നിട്ട് ബുക്കുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. എവിടെയെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റാതെ ഉണ്ടോ, അങ്ങനെ തന്നെ പഠിക്കുക. അങ്ങനെ പഠിച്ചാൽ നിങ്ങൾ ഒരു കാലത്തും ഇത് മറന്നു പോകത്തില്ല. ഇത് കറക്റ്റായിട്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ അങ്ങ് ഉറക്കി. അപ്പോൾ ആ രീതിയിൽ പഠിക്കുക. ദെൻ അടുത്ത ക്ലാസ്സുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു.